അച്ചു, നമ്മളിപ്പോ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ വാടി ഭാഗം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് വാടി ഭാഗമാണ് കേട്ടോ. അത്യാവശ്യം റോഡൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് നമ്മൾ നിർത്തിയതാണ്. വെട്ടക്കുറവാണ്, ഫേസ് കിട്ടുന്നില്ല. ഇത് പിടിച്ചോ. അപ്പൊ നമ്മൾ നിൽക്കുന്നിടത്ത് കണ്ട കേട്ടോ ഈ ഒരു സംഭവം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുൽക്കൂടിനെല്ലാം ഒരു വെച്ചിട്ടുണ്ട്. ട്രീക്കകത്താണ് പുൽക്കൂട് വന്നിരിക്കുന്നത്. അതെ, ക്രിസ്മസ് ട്രീക്കകത്ത് ഒരു പുൽക്കൂട്. ആ ഒരു വെറൈറ്റി കണ്ടുകൊണ്ട് ഞങ്ങൾ നിർത്തിയ കേട്ടോ. വാടി ഇത് ഈ നമ്മളിപ്പോ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ വാടി ഭാഗം കേട്ടോ. അത്യാവശ്യം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഒരു വലിയ സ്റ്റാറും ഉണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, അങ്ങോട്ട് ഒരുപാട് ഭാഗത്തുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. നമ്മള് ബൈക്കില് പയ്യെ ഓരോരുത്തർ പോയിട്ട് ഓരോരുത്തർ നിന്ന് എടുക്കുക. ഇവിടെ മാത്രമല്ല അങ്ങോട്ടൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. നമ്മൾ ബൈക്ക് അങ്ങോട്ട് പോയി ഇങ്ങനെ പോയി നോക്കാന്നാണ്. അപ്പൊ നമ്മൾ നേരത്തെ നിന്നടുത്ത് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കാണ് ഇത് കാണുന്നത്. അതെ, അപ്പം നമ്മള് സത്യം പറഞ്ഞ ഒരു എന്താ പറയാ ഒരു ഇത് ക്രോസ് ചെയ്ത് ഇറങ്ങി പോവാണ് കേട്ടോ. കണ്ട, ഇത് ക്രോസ് ചെയ്ത് ഇറങ്ങി പോവാ. ഇത് കണ്ടോ, ഒരു ഗിറ്റാർ. ഇത് ഒറിജിനൽ ഗിറ്റാറാണോ? ആട്ടോ, ഒറിജിനൽ ഗിറ്റാറാ അല്ലേ? അതുപോലെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. സാന്റ. പിന്നെ ഇവിടെ കണ്ടോ മുകളിലായിട്ട് ഒരു സ്റ്റാറിനകത്ത് ഒരു പുൽക്കൂട് സെറ്റ് ചെയ്ത് വെച്ചേക്കോ കേട്ടോ. കൊള്ളാട്ടോ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ അടിപൊളി കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. നമ്മള് വീഡിയോയിൽ എത്രത്തോളം ആ ഒരു ഇത് വന്നെന്ന് അറിയത്തില്ല. സംഭവം കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതേപോലെ മുകളിലെല്ലാം സ്റ്റാർ കിടപ്പുണ്ട്. മരത്തിന് ഫുള്ള് സ്റ്റാർ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നോയ്സ് കാണും. കാര്യം ഇല്ലേ കൂടെ വണ്ടികൾ പോകുന്നു, അത്യാവശ്യം നോയ്സ് കാണും അല്ലേ. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മൾ നേരെ അപ്പുറത്ത് ഇതിന്റെ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ വീണ്ടും ഇവിടുന്ന് നമ്മുടെ ബീച്ച് കഴിഞ്ഞ് വാടിയുടെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങ് വരെ കാണും. അതെ, പല ഭാഗത്തായിട്ടാണേ ഉള്ളൂ. അപ്പൊ നമുക്ക് അപ്പർ സൈഡിലൂടെ ഒന്ന് ഇറങ്ങി പോകാം. അപ്പർ സൈഡിൽ അവിടെ ആ ഭാഗത്ത് ഒരെണ്ണം കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെയും കൂടെ ഞങ്ങൾ പറഞ്ഞു ഒരു റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് വരണം കേട്ടോ. ആ ഭാഗത്താണ് നമുക്ക് ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ഇത് കാണുന്നത്. നമുക്ക് അങ്ങോട്ട് നടന്നു പോവുകയാണെ. അതങ്ങോട്ട് നടന്നു പോവാ. ഇവിടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ട്, പക്ഷെ അതിനകത്ത് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇല്ല, പക്ഷേ ഒരു പുൽക്കൂടും ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാരും ചെയ്യുന്ന ഒരു ക്രിസ്മസ് ട്രീ ആയത്. അതെ. അതിന്റെ മുകളിൽ ലൈറ്റ് ഇട്ടിട്ടില്ല അല്ലേ? ലൈറ്റ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാറിൽ ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ വാടി. പിന്നെ ട്രീലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈറ്റ്. ഇവിടെ ഒരു പുൽക്കൂടും ഉണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു പുൽക്കൂടാ. രൂപങ്ങളൊക്കെ വലുതുമാണ് കേട്ടോ. ലൈറ്റ് എല്ലാം താഴെ കൊണ്ടൊന്നും വെച്ചിട്ടേ ഉള്ളൂ. ഇനി സെറ്റിംഗ്സ് കഴിഞ്ഞില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ പടം വരച്ചോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കണ്ടോ, അത് മാത്രല്ല ഇവിടെ എല്ലാം കൊണ്ട് വെച്ചേക്കുവാണ്. അവര് വരച്ചോണ്ടിരിക്കുക കേട്ടോ. അതും കംപ്ലീറ്റ് ആയിട്ടില്ല. അതെ, കംപ്ലീറ്റ് ആയിട്ടില്ല, വരച്ചോണ്ടിരിക്കുക. അപ്പൊ ഇനി ദിവസങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കും കേട്ടോ, ഇത് വരച്ച് തീർക്കുമായിരിക്കും.
മരത്തിന് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ഓൺ ആക്കിയിട്ടില്ല. എനിക്കൊന്ന് ഇതിന്റെ കംപ്ലീറ്റ് വരച്ചൊക്കെ തീർന്നിട്ട് ഓൺ ആയിരിക്കണം, അല്ലെങ്കിൽ അവര് നേരത്തെ ലൈറ്റ് ഇടുന്നതാണല്ലോ. പക്ഷെ ഇവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല, അവരിനി ബാക്കി ചെയ്തേ ഉള്ളായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് പോവാം, അടുത്തടുത്തോട്ട് പോകാം. അപ്പൊ നമ്മൾ അടുത്തടുത്തേക്ക് പോണം. അപ്പൊ നമ്മളിപ്പോ അടുത്തൊരു ഭാഗത്തേക്ക് വന്നതല്ലേ, ഒരുപാട് ദൂരമില്ല, കുറച്ചടുത്ത് തന്നെയാണ്. നമ്മള് വണ്ടി വെച്ച് ഇറങ്ങി, അത്യാവശ്യം വണ്ടി ഓടുന്നതായത് ഇച്ചിരി സൗണ്ട്. ഇവിടെ സ്നോമാനെയൊക്കെ വെച്ചിട്ടുണ്ട്, അത് ടയറിൽ ചെയ്തതാണ്. ടയറിനകത്ത് ചെയ്തതാണ് കേട്ടോ സ്നോമാനെ. കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട്. എനിക്ക് ഈ ബൾബൊക്കെ ഇട്ടേക്കുന്നുണ്ടോ, മുളയിൽ ചെയ്ത പരിപാടിയാണ് കേട്ടോ അതൊക്കെ. ഇവിടുത്തെ പുൽക്കൂടും അത്യാവശ്യം വലുതാണ്, മുകളിലൊക്കെ ഇട്ടിട്ടുണ്ട്, മരമൊക്കെ ഫുൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു സ്നോമാനെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെയും പടമൊക്കെ വരച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്, നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ അവിടെ, നല്ല രസമാണ് കാണാൻ. ലൈറ്റിംഗ് ഒക്കെ അടിപൊളി, ലൈറ്റ് പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്തടുത്തോട്ട് പോയാലോ. ഓക്കെ. ഈ മരത്തിനകത്തും ഫുള്ള് ലൈറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. മുള വെച്ച് ചെയ്തേക്കുന്നത്, അത് നല്ല രസമുണ്ട് കേട്ടോ. അത് മാത്രം മുളയ്ക്കകത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഭംഗിക്ക് തൂക്കുന്ന രീതിയിൽ ആ ഒരു സംഭവം ഇല്ല, അതേപോലെ സെറ്റ് ചെയ്ത് കൊള്ളാം, രസമുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സാൻഡയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്നോമാന് ചെയ്തേക്കുന്നുണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ. 2 സൈസ് ടയർ, അതിന്റെ പെയിന്റ് അടിച്ചിട്ടുണ്ട്, ഫോം ബോർഡ് ഒട്ടിച്ചു, മുകളില് ഇത് വെച്ചു. സംഭവം വളരെ സിമ്പിൾ ആണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയില്ലേ, അടിപൊളി കേട്ടോ. ആരും ചെയ്താലും അടിപൊളി വർക്ക് കേട്ടോ, കൊള്ളാം, സംഭവം കൊള്ളാം കേട്ടോ. എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്തൊരു സ്ഥലത്തേക്ക് പോവാട്ടോ. ഇത് ഇവിടുത്തെ ഇത്ര കാണാനുള്ളൂ, അപ്പൊ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇവിടൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ടേക്കുന്നേ ഉള്ളൂ, നമുക്ക് തിരിച്ചില്ല ഇവിടെ വരണം. നമുക്ക് തിരിച്ച് നമുക്ക് ബീച്ച് ഭാഗത്തോട്ട് പോകാം. നമ്മളിപ്പോ വന്നിരിക്കുന്ന വാടിയിൽ നിന്ന് നേരെ തങ്കശ്ശേരി ഭാഗത്താണ്, കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. കുറച്ച് ദൂരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മരത്തിലാ ചെയ്ത് വെച്ചേക്കുന്ന ലൈറ്റ് മൊത്തം. പോയി. ഇപ്പൊ നമ്മൾ കറങ്ങി ഏകദേശം എവിടെയാ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ കൊല്ലം ബീച്ചിന്റെ അടുത്ത്. അതേട്ടോ, ഇപ്പൊ നമ്മൾ എവിടെയാണ്? ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കൊല്ലം ബീച്ച് ഭാഗമാണ് കേട്ടോ. കറങ്ങിയാണ്. നമ്മുടെ കൊല്ലം ബീച്ചിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. കുറച്ച് ലൈറ്റിന്റെ പ്രശ്നമുണ്ട്, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ ഒരാള് വെള്ളം അടിച്ച് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് അങ്ങോട്ട് പോകണില്ല, തിരിച്ചത് ഈ ഭാഗത്തേക്ക് പോകും കേട്ടോ. അപ്പം ബീച്ചിൽ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇവിടെയും അവൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ, ലൈറ്റ് ഇട്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ, സെറ്റ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാൻ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ മറ്റേത്. അപ്പൊ ഞങ്ങൾ ലൈറ്റ് ഒക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്ത നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, താങ്ക് യു.